ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. ആദ്യം സബ്സ്ക്രൈബ്. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ വരും, അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് സാധനങ്ങൾ എന്താന്ന് നോക്കാം. ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇതേ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇത് കൂടാതെ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫ്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം ഇവിടെ ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടിയുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാഗി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കണം. നമ്മൾ 2 തരം പാക്കറ്റാണ് എടുത്തത്. ഇത് രണ്ടും അത് കാരണമാണ് 2 തരം ഫ്ലേവർ ആയിട്ടുള്ളത്. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ പാക്കറ്റ് മസാല ഇട്ട് കൊടുക്കാം. എല്ലാ മസാലയും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ എല്ലാ മസാലയും ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാഗി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ആ പാനിൽ തന്നെയാണ് നമ്മൾ ആ ക്യാരറ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടായി വരട്ടെ. ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി വാടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കാം. നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. മുട്ടയിലേക്ക് കുറച്ച് മാഗി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മുട്ടയും നമ്മുടെ നൂഡിൽസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ നൂഡിൽസ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.